നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീപ്പ് കേരള ബീച്ചസ് 2014 സംസ്ഥാനതല ഉദ്ഘാടനം ബേക്കൽ ബീച്ചിൽ നടന്നു. ലക്ഷ്യമിടുന്നത് വൃത്തിയുള്ള കടൽ തീരം. INTUC നേതാവ് MS റാവുത്തറിന്റെ 1ാം ചരമവാർഷിക ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനവും രക്തദാന ക്യാമ്പും നടന്നു. അത്യുത്തര കേരളത്തിന്റെ സാംസ്കാരിക പെരുമ പുസ്തക പ്രകാശനം ഡോക്ടർ MGS നാരായണൻ കാഞ്ഞങ്ങാട്ട് നിർവഹിച്ചു. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ റോഡുകൾ തകർന്നു. പ്രത്യക്ഷ സമരവുമായി CPM. കൂവൽ പ്രദേശത്തെ അവശേഷിച്ച വയൽ സംരക്ഷണത്തിന് കുടുംബശ്രീ പ്രവർത്തകർ. കൈരളി കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ 100 മേനി. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അന്നദാനം സ്വീകരിക്കാൻ എത്തുന്നത് 10,000. വാർത്തകൾ വിശദമായി. കീപ് കേരള ബീച്ചസ് 2014 തുടക്കമായി. യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. കേരളത്തിലെ പ്രധാന കടൽ തീരങ്ങൾ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ള സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കീപ് കേരള ബീച്ച് ക്ലീൻ പരിപാടി നടപ്പിലാക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ബേക്കൽ ബീച്ചിൽ നടന്നു. 26 മുതൽ ഒക്ടോബർ 9 വരെയുള്ള തീയതികളിലായാണ് ശുചീകരണം നടക്കുന്നത്. കോഴിക്കോട്, ഫോർട്ട് കൊച്ചി, ആലപ്പുഴ, കൊല്ലം, വർക്കല, കോവളം തുടങ്ങിയ ബീച്ചുകൾ ശുചീകരിച്ച ശേഷം തിരുവനന്തപുരത്ത് സമാപിക്കും. ബേക്കൽ ബീച്ചിൽ സംസ്ഥാനതല ഉദ്ഘാടനം K. കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. ബീച്ചുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെല്ലാ പ്രദേശം എന്ന് പറയാം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാരകമായ രോഗങ്ങളും അല്ലാത്തതുമായ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം ഈ മാലിന്യങ്ങളിലും അതുപോലെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടിയില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. അതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ദൂഷ്യങ്ങൾ ഏറ്റവും വലുതാണ്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴനോറടി അധ്യക്ഷനായി. സബ് കളക്ടർ ജീവൻ ബാബു സമ്മാനദാനം നടത്തി. യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ദേശീയ ചെയർമാൻ വെങ്കിട്ടനാരായണൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, UM അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ C. ഹരിദാസ്, J. ഷൈൻ, വടക്കേവിള ശശി, മുഹമ്മദ് ജാഫർ, M. അബൂബക്കർ, M. അനിൽകുമാർ, KT ശേഖരൻ, M. അച്യുതൻ, ഇബ്രാഹിം, സുരേഷ് പെരിയങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. KJ നഹാർ സ്വാഗതം പറഞ്ഞു. ഇന്നു മുതൽ അടുത്ത മാസം 9-ാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ജത്രയാത്ര തുടർന്നു പോകും. കേരളത്തിലെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം വഹിക്കുന്ന ബേക്കൽ കോട്ട ഉൾപ്പെടെ കേരളത്തിൻ്റെ തീരദേശ മേഖല ഒട്ടുമുക്കാലും ശുചിയാക്കുക എന്ന ലക്ഷ്യത്തിനുപരിയായി ഒരു ബോധവൽക്കരണ പ്രക്രിയയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. INTUC നേതാവ് MS റാവുത്തറിന്റെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും INTUC ദേശീയ സമിതി അംഗവുമായ MS റാവുത്തറുടെ 1ാം ചരമവാർഷിക ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ അനുസ്മരണ സമ്മേളനം നടന്നു. കോൺഫെഡറേഷന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A. ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. INTUC ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK സുധാകരൻ, INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ്, കൊപ്പൽ അബ്ദുള്ള, K. ചന്തുകുട്ടി, ബിനോ വർഗീസ്, രാഘവൻ കുളങ്ങര, PV ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മഹേഷ് കരിമ്പിൽ സ്വാഗതവും K. സുവീർ നന്ദിയും പറഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ നേതാവ് കൂടിയായിരുന്ന MS റാവുത്തറുടെ 1ാം ചരമവാർഷികം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. INTUC പ്രവർത്തകർ രക്തദാനം ചെയ്ത് മാതൃക കാണിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും INTUC ദേശീയ സമിതി അംഗവുമായിരുന്ന MS റാവുത്തറുടെ 1ാം ചരമവാർഷിക ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന രക്തദാന ക്യാമ്പ് INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. കാലം പുരോഗമിച്ചെങ്കിൽ രക്തദാനത്തെ കുറിച്ച് അത്യാവശ്യ ഘട്ടത്തിൽ രക്തം വേണമെന്ന് പറയുമ്പോൾ എനിക്കറിയാം പലരും പല കാരണങ്ങൾ പറഞ്ഞ് അത് കൊടുക്കാതെ പുറകോട്ട് പോകാറുണ്ട്. പക്ഷെ ഇവിടെ സ്വമനസാലെ സ്വന്തം അന്തരിച്ച നമ്മ വിട്ടുപിരിഞ്ഞ നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ
സഹപ്രവർത്തകന്മാർ രക്തം കൊടുക്കുകയാണ്. ഇതിനപ്പുറം ഒരു സാധാരണ പ്രവർത്തകന് ഒന്നും ചെയ്യാനില്ല. അത് സമൂഹത്തിലെ ഇപ്പൊ നമ്മൾ ഒരു പ്രതീക്ഷ, അതിന് മറ്റൊരു താല്പര്യവും പ്രതീക്ഷയും ഇല്ലാതെ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ അന്തരിച്ച നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി കേരളത്തിലെ എല്ലാ ഡിവിഷനുകളിലും നമ്മൾ പാവപ്പെട്ട ഒരു ആളെ തെരഞ്ഞെടുത്ത് വീട് കണ്ടുപിടിച്ച് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളെ, ഒരു വീട്, ആ കുടുംബത്തെ തെരഞ്ഞെടുത്ത് അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന. രാഘവൻ കുളങ്ങര അധ്യക്ഷനായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ, ഡോക്ടർ സിറിയക് ആന്റണി, എ ഷാഹുൽ ഹമീദ്, KV സുരേഷൻ, VK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മഹേഷ് കരിമ്പിൽ സ്വാഗതവും PV ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. രക്തദാനത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. അത്യുത്തര കേരളത്തിന്റെ സാംസ്കാരിക പെരുമ പുസ്തകം പ്രകാശനം ചെയ്തു. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണനാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന സംസ്കൃത പാഠശാല നടത്തിയ കേരളനായ അദ്ദേഹത്തിന്റെ പുത്രനായും ഈ നാട്ടുകാരനായും ഒരുപക്ഷെ പിൽക്കാലത്ത് ഗ്രാമീണ ബാങ്കിന്റെ ചെയർമാനായും ഒക്കെ ആയി. ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു സഹപ്രവർത്തകനായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കോഴിക്കോട്ടെ ഗുരുവായൂർ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു. ദാമോദരന് കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഞാനും കുറച്ചു കാലം ഉണ്ടായിരുന്നു. AM ദാമോദരൻ നായർ രചിച്ച അത്യുത്തര കേരളത്തിന്റെ സാംസ്കാരിക പെരുമ എന്ന പുസ്തക പ്രകാശനത്തിനാണ് ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MGS നാരായണൻ കാഞ്ഞങ്ങാട്ടെത്തിയത്. മഹാകവി പി സ്മാരക സമിതിയാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. പി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MGS നാരായണനിൽ നിന്നും EP രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. KC ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് വാര്യർ പുസ്തക പരിചയം നടത്തി. AM ദാമോദരൻ മറുപടി പ്രസംഗം നടത്തി. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് സ്വാഗതവും V ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ദിനാചരണ പരിപാടിയുടെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സുനിതാനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VP മോഹനൻ അധ്യക്ഷനായി. ഡോക്ടർ സിറിയക് ആന്റണി, ഡോക്ടർ പ്രിയ, ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 10,000-ങ്ങൾക്ക് അന്നദാനം നൽകുന്ന ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്ര സേവാ സമിതിയുടെ പ്രവർത്തനം മാതൃകയാകുന്നു. തേടിയെത്തുന്ന ഓരോ ഭക്തനു മുന്നിലും അന്നപ്രസാദം വിളമ്പുന്ന ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലെ സേവാ സമിതിയുടെ പ്രവർത്തനം മാതൃകയാവുന്നു. ഉത്സവകാലങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണിവരെ 10,000-ഓളം വരുന്ന ഭക്തരാണ് ഊട്ടുപുരയിലെത്തി അന്നദാനം സ്വീകരിച്ച് മടങ്ങുന്നത്. രാത്രി ദീപാരാധനയ്ക്ക് ശേഷവും അന്നദാനം നൽകാറുണ്ട്. 150-ഓളം വളണ്ടിയർമാർ സേവനമായി രംഗത്തിറങ്ങിയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഭക്ഷണത്തോടൊപ്പം ലഡു, ജിലേബി വിതരണവും നൽകാറുണ്ട്. അന്നദാനത്തിനുള്ള അരിയും വിഭവങ്ങളും പ്രാർത്ഥനയായും ലഭിക്കാറുണ്ട്. ലളിതമായ വിഭവങ്ങൾ പരാതികളില്ലാതെയാണ് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. ഒരു ദിവസം ഏകദേശം ഒരു 10,000 ആൾക്കാർ ഭക്ഷണം കഴിച്ചു പോകും. ഭക്ഷണത്തിന് രാവിലെ ഒരു 12:30 മണിക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണി വരെ തുടർച്ചയായിട്ട് പോകും. അത് ചോറ് എന്തായാലും നമ്മൾ തീർന്നു കഴിഞ്ഞാൽ അതിന് രണ്ടാമത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഏകദേശം 3-4 മണി വരെ അന്നദാനം ഉണ്ട്. അതേപോലെ രാത്രി അതേമാതിരി രാത്രി ഒരു 7 മണിക്ക് ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എല്ലാ വണ്ടിയന്മാരും 100-150 വണ്ടിയന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. രാപ്പകലില്ലാതെ പ്രവർത്തനമാണ്. എത്ര തിരക്കുണ്ടായാലും അമ്മയുടെ പ്രസാദം കഴിച്ച് തൃപ്തിയോടെ മാത്രമേ ഇവിടെ ഭക്തജനങ്ങൾ മടങ്ങാറുള്ളൂ. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. നിർധന കുടുംബത്തിന്റെ വീട് വൈദ്യുതീകരിച്ച് വൈദ്യുതി ഉദ്യോഗസ്ഥരും ജീവനക്കാരും. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷനാണ് വീട്ടിൽ വെളിച്ചമെത്തിച്ചത്. INTUC ദേശീയ സമിതി അംഗവും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന MS റാവുത്തരുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ബദിയെടുക്കാൻ നീർച്ചാൽ ഖണ്ഡിക പട്ടികജാതി കോളനിയിലെ ദയ്യയുടെ വീട് വൈദ്യുതീകരിച്ചത്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയാണ് വീട് വൈദ്യുതീകരിച്ച് നൽകിയത്. വൈദ്യുതീകരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സുരേന്ദ്രൻ നിർവഹിച്ചു. വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഈ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ആൾക്കാർക്ക്
INTUCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയെടുക്കുകയും അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കോൺഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ ഷാഹുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ ഡിവിഷൻ കീഴിലും പാവപ്പെട്ട നിർധനരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട BPL കുടുംബത്തിൽപ്പെട്ട വൈദ്യുതി എത്താത്ത വീടുകളെ വൈദ്യുതീകരിച്ച് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാൽ സെക്ഷനിൽ ഒരു കണക്ഷനും കാസർഗോഡ് ഡിവിഷൻ കീഴിൽ ബദിയടുക്ക സെക്ഷനിൽ പരിധിപ്പെട്ട നീർച്ചാൽ കണ്ടിക റോഡിലുള്ള ഒരു വീടും ഉർക്കാടി സെക്ഷനിൽപ്പെട്ട ഒരു വീടും വൈദ്യുതീകരിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇന്ന് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ സുരേന്ദ്രൻ അവർ നിർവഹിക്കുകയും ചെയ്തു. ബദിയടുക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സാജു, AK രാജഗോപാലൻ, മഹേഷ് കരിമ്പാൽ, കൊപ്പൾ അബ്ദുള്ള, PV ചന്ദ്രശേഖരൻ, ജനശ്രീ, ബദിയടുക്ക പഞ്ചായത്ത് ചെയർമാൻ നാരായണ, ബദിയടുക്ക പഞ്ചായത്ത് INTUC സെക്രട്ടറി M അബ്ബാസ്, T വേണു, P മുഹമ്മദ് ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനഃക്രമീകരിക്കുക, ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. സമരം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EPK സുഭാഷിതൻ ഉദ്ഘാടനം ചെയ്തു. ഇടക്കാലാശ്വാസം അനുവദിക്കണം എന്നും ആവശ്യപ്പെടുകയാണ്. 1/3/2013 ശേഷം സർവീസിൽ വന്ന ജീവനക്കാർക്ക് കൂടി നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി UDFന്റെ കാലഘട്ടത്തിൽ മാത്രം പ്രക്ഷോഭം വേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AK ആൽബർട്ട് അധ്യക്ഷനായി. CA മീനാകുമാരി, V ചന്ദ്രൻ, AV പ്രഭാകരൻ, A വേണുഗോപാലൻ, K ബാലകൃഷ്ണൻ, K അമ്പാടി, K മോഹനൻ, R രാജു, A പവിത്രൻ, ഭാനുപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ TV ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. അടുത്ത വർഷം മഞ്ചേശ്വരത്ത് ഘടിനാട് ബ്യാരി സംഗമം സംഘടിപ്പിക്കും. ലക്ഷക്കണക്കിന് പേരെ സംഘടിപ്പിച്ച് നടത്തുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കർണാടക ബ്യാരി സാഹിത്യ അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെയും കർണാടകയിലെയും ബ്യാരി ഭാഷ സംസാരിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2015 ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഞ്ചേശ്വരത്ത് ബ്യാരി സംഗമം സംഘടിപ്പിക്കും. ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ബ്യാരി ഭാഷക്കാർ സംഗമത്തിൽ പങ്കെടുക്കും. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബ്യാരി ഭാഷയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടക സർക്കാർ ബ്യാരി അക്കാദമി സ്ഥാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയും ലക്ഷക്കണക്കിന് പേർ ബ്യാരി ഭാഷ സംസാരിക്കുന്നുണ്ട്. അതിനാൽ കേരള സർക്കാരും ബ്യാരി സാഹിത്യ അക്കാദമി സ്ഥാപിച്ച് ബ്യാരി ഭാഷയെ സംരക്ഷിക്കണമെന്നും ಭಾರವಾಹಿಗಳು ಆവശ്ಯപ്പെട്ടു. ಮಂಜೇಶ್ವರದಲ್ಲಿ ಈ ಕಾಸರಗೋಡಿನ ಜಾಸ್ತಿ ಬ್ಯಾರಿಗಳಿರುವುದು ಮಂಜೇಶ್ವರ ತಾಲೂಕಿನಲ್ಲಿ. ಅದರಿಂದ ಅದನ್ನೊಂದು ಕೇಂದ್ರವಾಗಿಟ್ಟುಕೊಂಡು ನೆಕ್ಸ್ಟ್ ಏಪ್ರಿಲ್ ಮೇಯಲ್ಲಿ ಒಂದು ಬ್ಯಾರಿ ಸಮ್ಮೇಳನವನ್ನು ಸಾಹಿತ್ಯ ಸಮ್ಮೇಳನವನ್ನು ಗಡಿನಾಡ ಬ್ಯಾರಿ ಸಾಹಿತ್ಯ ಸಮ್ಮೇಳನವನ್ನು ಮಂಜೇಶ್ವರದಲ್ಲಿ ಮಾಡಬೇಕಂತ ನಾವೊಂದು ಚಿಂತನೆ ಮಾಡಿದ್ದೇವೆ. കർണാടക ബ്യാരി സാഹിത്യ അക്കാദമി അധ്യക്ഷൻ BA മുഹമ്മദ് അനീഫ്, അംഗങ്ങളായ AA ആയിഷ പെർല, TA അലി അബ്ബ, യൂസഫ് ഉള്ളാൽ, അബ്ദുൽ ഹമീദ്, ഉമ്മർ റബ്ബ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തീരദേശ റോഡുകളുടെ തകർച്ച CPM പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. തിങ്കളാഴ്ച റോഡ് ഉപരോധം നടത്തിയാണ് സമരത്തിന് തുടക്കം കുറിക്കുന്നത്. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ റോഡുകളുടെ തകർച്ച ഉയർത്തിക്കാട്ടി CPM കൊളവയൽ ലോക്കൽ കമ്മിറ്റി സമരത്തിന് ഒരുങ്ങുന്നു. നോർത്ത് കോട്ടശ്ശേരി, ഇക്ബാൽ, ഇട്ടമ്മൽ, പൊയ്യക്കര റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CPM സമരം തുടങ്ങുന്നത്. നിലവിൽ റോഡുകൾ മിക്കയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് നിത്യവും യാത്ര ചെയ്യുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് റോഡ് ഉപരോധിക്കുമെന്ന് CPM കൊളവയൽ ലോക്കൽ കമ്മിറ്റി അംഗം മധു കൊളവയൽ പറഞ്ഞു. ഇതിപ്പോൾ വർഷങ്ങളായി കുത്തൊഴിഞ്ഞ രീതിയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇതിൻ്റെ പ്രവൃത്തി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ BRDC ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. പക്ഷേ BRDC കൃത്യമായി പ്രവൃത്തി നടത്താൻ കഴിയുന്നില്ല. എസ്റ്റിമേറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രവൃത്തി തുടരുമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം ഇങ്ങനെ ആളുകളെ കവളത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അധികൃതരുടെ ഒരുപാട് തവണ ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല.
അങ്ങനെയാണ് ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലാണ്. ഒരു ഓട്ടോറിക്ഷ പോലും ഇവിടെ യാത്ര ചെയ്യാൻ സന്നദ്ധമായി വരുന്നില്ല. കുളവയൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെട്ടമ്പൽ, കുളവയൽ, കൊയ്യക്കര, കല്ലിങ്കാല ഭാഗത്തേക്കൊന്നും വാഹനങ്ങൾ വരാത്ത അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് കടുത്ത പ്രതിഷേധം ജനങ്ങളിൽ. അങ്ങനെയാണ് തിക്കുവാ ജംഗ്ഷനിൽ റോഡ് ഉപരോധിക്കാൻ വേണ്ടി CPIM-ന്റെ കുളവയൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. അതേസമയം റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ഇതര സംഘടനകളും പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കോവൽ സ്റ്റോറിലെ അവശേഷിക്കുന്ന വയലിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിജയഗാഥ. കൈരളി കുടുംബശ്രീ പ്രവർത്തകർ നെൽകൃഷിയിൽ 100 മേനി കൊയ്തു. കൊവ്വൽ സ്റ്റോർ പരിസരത്തെ അവശേഷിക്കുന്ന വയലിൽ നെൽകൃഷി ഇറക്കി വിജയിപ്പിച്ചിരിക്കുകയാണ് കൊവ്വൽ സ്റ്റോറിലെ കൈരളി കുടുംബശ്രീയുടെ പ്രവർത്തകർ. 9 പേരടങ്ങുന്ന സംഘമാണ് കൃഷിക്ക് നേതൃത്വമേകിയത്. മികച്ച വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. കൊവ്വൽ സ്റ്റോർ പരിസരത്തെ വയലുകളെല്ലാം നികത്തപ്പെടുകയും നെൽകൃഷി ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നെൽകൃഷി ഇറക്കാൻ വീട്ടമ്മമാർ രംഗത്ത് വന്നത്. കൈരളി കുടുംബശ്രീയുടെ പ്രവർത്തകരായ N രജനി, K ഇന്ദിര, അനിത, ലീല, പ്രസന്ന, ലക്ഷ്മി, കുഞ്ഞമ്മ, ബാലാമണി, ബിന്ദു തുടങ്ങിയവർ കൃഷിക്ക് നേതൃത്വമേകി. വിളവെടുപ്പ് ഉത്സവം വാർഡ് കൗൺസിലർ സുശാന്ത് ഉദ്ഘാടനം ചെയ്തു. നെൽവയലുകളെല്ലാം ഇപ്പോൾ കോൺക്രീറ്റ് മാണികളായി മാറുന്ന സാഹചര്യത്തിലാണ് ഈ ഐങ്ങോത്ത് ADS-ന്റെ കീഴിലുള്ള ഈ കൈരളി അയൽക്കൂട്ടം മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാതൃകാ പ്രവർത്തനം മറ്റു കർഷകർക്ക് ഈ തരിശിടുന്ന ഭൂമി നിലവിൽ കൃഷി യോഗ്യമാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ കൈരളി കുടുംബശ്രീയുടെ ഈ പ്രവർത്തനത്തിൽ നമ്മൾക്ക് പ്രചോദനം കിട്ടുന്നത്. കന്നിക്കൊയ്ത്തിൽ തന്നെ മികച്ച വിളവ് ലഭിച്ചതോടെ തുടർച്ചയായി കൃഷിയിറക്കാനാണ് വീട്ടമ്മമാരുടെ തീരുമാനം. ക്യാമറമാൻ ജയരാജനോടൊപ്പം സിറ്റി ന്യൂസിനു വേണ്ടി അനിൽ പുളിക്കാൽ. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തൃക്കരിപ്പൂർ മാണിയാട്ട് ഒരുങ്ങുന്നു. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള മാണിയാട്ടെ കോറസ് കലാസമിതിയാണ് 3ാമത് NN പിള്ള സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരിച്ചു. നവംബർ 14 മുതൽ 21 വരെയാണ് നാടകോത്സവം നടക്കുക. സംഘാടക സമിതി രൂപീകരണ യോഗം വാസു ചോറോട് ഉദ്ഘാടനം ചെയ്തു. പീഡിതരും നിന്ദിതരും നിശ്ചയരും നിലവാരപരമായിട്ടുള്ള ആളുകളുടെ ആശ്വാസത്തിനും വിശ്വാസത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആദരിക്കാൻ ഇങ്ങനെ ആദരവും അതും ആ രീതിയിലുള്ള അനുബന്ധ പരിപാടികളും ഒക്കെ വെച്ചിട്ട് പുതിയ നിർദ്ദേശങ്ങളോട് വരും. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. അങ്ങനെ ഇതൊരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് ഈ വർഷം രമ്യ ഫൈനാൻസ് ഒരു നാടക മത്സരം നടത്തുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും നടക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളത്. മാണിയാട്ട് ഗ്രാമം ഒന്നടക്കം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നാടക മത്സരം നമ്മുടെ ആ 2 വ്യത്യസ്തമായ സമയങ്ങളിലാണ്. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മുടെ ഇതൊരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് വളരെ കൃത്യമായ ഒരു വാക്കാണ്. വെറുതെ കേവലമായ കൊണ്ടാടപ്പെടുന്ന ഒരു ഉത്സവം, നാടകോത്സവം അതൊരു ജനകീയ ഉത്സവമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഞാൻ ഏറെ പറയുന്നില്ല. അനേഷ് PV അധ്യക്ഷത വഹിച്ചു. K സുകുമാരൻ, P നാരായണൻ, TV ബാലൻ, TV നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. MV കോമൻ നമ്പ്യാർ ചെയർമാനും AV ദാമോദരൻ വർക്കിംഗ് ചെയർമാനുമാണ്. TV ബാലനാണ് ജനറൽ കൺവീനർ. നാടകോത്സവത്തിൽ NN പിള്ളയുടെ മകൻ വിജയരാഘവൻ, നടൻ KA രാജേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. കാസർഗോഡ് MG റോഡിലെ കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പണി 1 മാസത്തിനകം പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മഴക്കാലമാകുമ്പോൾ കുണ്ടും കുഴിയുമാവുന്ന റോഡ് വർഷങ്ങളായി യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായത്. 10 ദിവസം മുമ്പ് മാത്രം തുടങ്ങിയ റോഡ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും വലതുവശത്തൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. ഇടതുഭാഗത്തെ പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ വലതുവശത്ത് പ്രവൃത്തി തുടങ്ങും. എന്തായാലും 1 മാസത്തിനകം പണി പൂർത്തിയാകുമെന്നതിന്റെ ആഹ്ലാദത്തിലാണ് ജനങ്ങളും യാത്രക്കാരും. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിദ്യാർത്ഥികളുടെ ട്രീ കെയർ ചലഞ്ച്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് വീടുകൾ തോറും മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേറിട്ട പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 100ഓളം കുട്ടികളാണ് ട്രീ കെയർ ചലഞ്ചിൽ പങ്കാളികളാകുന്നത്. പോളിടെക്നിക്കിന് പരിസരങ്ങളിലുള്ള വീടുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ സംരക്ഷണവും വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുക്കുക എന്നതാണ് ട്രീ കെയർ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിടെക്നിക് പ്രിൻസിപ്പാൾ K രവീന്ദ്രൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ചലഞ്ച് ഏറ്റെടുത്തു. പ്രോഗ്രാം ഓഫീസർ വിദ്യ K നേതൃത്വം നൽകി. മരം നട്ടാൽ മാത്രം പോരാ, മരം സംരക്ഷിക്കും കൂടെ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ നട്ടിരിക്കുന്ന മരം ഓരോ വീടുകളിലും പോയി അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എന്താ പറയുക നോക്കാനുള്ള ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സുകൂടി ഉണ്ടാവുകയായിരിക്കും. ഇതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരത്തെ സംരക്ഷിക്കുക, നട്ടുക, സംരക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടിയാണിത്. ചന്ദ്രഗിരി പുഴ മലിനീകരണത്തിനെതിരെ സംരക്ഷണ ചങ്ങല തീർത്ത് വിദ്യാർത്ഥികൾ. കുമ്പള ലിറ്റിൽ ലില്ലി സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് സംരക്ഷണ ചങ്ങല തീർത്തത്. ചന്ദ്രഗിരി പുഴയിലെ ജലസമ്പത്തിനെ മാലിന്യം തള്ളി നശിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള പ്രതിഷേധമായാണ് കുട്ടികളെ സംരക്ഷണ ചങ്ങല തീർക്കാൻ പ്രേരിപ്പിച്ചത്. ഹോട്ടൽ മാലിന്യങ്ങളും ഇറച്ചിക്കട മാലിന്യങ്ങളും തള്ളി പുഴയെ അനുദിനം നശിപ്പിക്കുകയാണ്. അനിയന്ത്രിതമായ മണൽവാരലും പുഴയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംരക്ഷണ ചങ്ങല തീർക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചത്. ചെയർപേഴ്സൺ എ സരസ്വതി, പ്രിൻസിപ്പൽ CV മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ P കുഞ്ഞികൃഷ്ണൻ നായർ, അനന്യ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കീപ്പ് കേരള ബീച്ചസ് 2014 സംസ്ഥാനതല ഉദ്ഘാടനം ബേക്കൽ ബീച്ചിൽ നടന്നു. ലക്ഷ്യമിടുന്നത് വൃത്തിയുള്ള കടൽ തീരം. INTUC നേതാവ് MS റാവുത്തറിന്റെ 1ാം ചരമവാർഷിക ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനവും രക്തദാന ക്യാമ്പും നടന്നു. അത്യുത്തര കേരളത്തിന്റെ സാംസ്കാരിക പെരുമ പുസ്തക പ്രകാശനം ഡോക്ടർ MGS നാരായണൻ കാഞ്ഞങ്ങാട്ട് നിർവഹിച്ചു. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ റോഡുകൾ തകർന്നു. പ്രത്യക്ഷ സമരവുമായി CPM. കൂവൽ പ്രദേശത്തെ അവശേഷിച്ച വയൽ സംരക്ഷണത്തിന് കുടുംബശ്രീ പ്രവർത്തകർ. കൈരളി കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ 100 മേനി. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അന്നദാനം സ്വീകരിക്കാൻ എത്തുന്നത് 10,000. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.